അങ്ങനല്ല. പൂമുഖപ്പടിയിലെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അകത്തേക്ക് വിളിക്കുക എന്നുള്ള സാമാന്യ മര്യാദയല്ലേ ഭാമേ? ഒന്നുമില്ലേലും അവളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഇവിടെ ആവശ്യിക്കില്ലേ? രാഘവേട്ട, അവളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഇവിടെ. സത്യമേ, ഇന്നിവിടെ പിണക്കമൊന്നും പാടില്ലെന്നാ നമുക്കിടയിലുള്ള ധാരണ. എടാ, എന്ന് കരുതി മുറിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ലടാ. അവളും ഈ വീടുമായിട്ടുള്ള ബന്ധം മുറിച്ചതാ. അവൾക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. വിഷ്ണുവേട്ടൻ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണോ സത്യമ്മ ഇപ്പൊ അങ്ങനെ പറയുന്നേ? ശ്യാമേ, കൂടെപ്പിറപ്പ് സ്നേഹമൊന്നും ഇവിടെ കാണിക്കരുത് കേട്ടോ. ദേ, അവളുടെ അനിയത്തിയായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. കാട്ടും സത്യമ്മേ. ശ്യാമേ, നിന്നോടാ പറഞ്ഞത്. ഞാൻ എന്റെ കൂടെപ്പിറപ്പിനോടുള്ള സ്നേഹം കാട്ടും സത്യമ്മേ. വിഷ്ണുവേട്ടന്റെ ഭാര്യയല്ല, എന്റെ കൂടെപ്പിറപ്പിനെ അകത്തേക്ക് വിളിക്കാനാ ഞാൻ പറഞ്ഞത്. ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞ സത്യമ്മയ്ക്ക് കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം മുറിക്കാം. പക്ഷെ ഞാനും എന്റെ കുഞ്ഞേച്ചിയുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ സത്യമ്മയെ കൊണ്ടോ കോടതിയെ കൊണ്ടോ ദൈവത്തെ കൊണ്ടോ പറ്റുമോ? ഇല്ല, പറ്റില്ല. രക്തബന്ധം എന്ന് പറഞ്ഞ അങ്ങനെയാ. സത്യമ്മ വിചാരിച്ചാൽ പോലും വിഷ്ണുവേട്ടനും പ്രീതിയായിട്ടുള്ള ബന്ധം മുറിക്കാൻ പറ്റില്ല. അതിനേക്കാളും കട്ടിയുള്ള ചോരയാ സത്യമ്മേ ശാരദാമ്മയുടെ മക്കളുടേത്. പട്ടിണിയിലും കണ്ണീരിലും കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഊട്ടി ഉറപ്പിച്ചതാ ഇതൊക്കെ. എന്നിട്ടും കുഞ്ഞേച്ചിയായിട്ടും അമ്മയായിട്ടൊക്കെ ഞാൻ അകലം പാലിച്ചു നിൽക്കുന്നത് രോഹിത്തിനോടും സത്യമ്മയോടുള്ള സ്നേഹവും കൂറുന്നുണ്ടാ. 6 വർഷം സത്യമ്മ എന്നെ തത്തയെ പോലെ വളർത്തിയപ്പോ ഞാൻ അവരെ ആരെങ്കിലും അന്വേഷിച്ച് പിന്നാലെ പോയോ? കളക്ടറായിട്ട് കുഞ്ഞേച്ചി മടങ്ങിയെത്തിയപ്പോഴും ഞാൻ അകലം പാലിച്ചു നിന്നത് സത്യമ്മയ്ക്ക് ഇഷ്ടമാവില്ലെന്ന് അറിഞ്ഞു തന്നെയാ. പക്ഷെ ഈ പൂമുഖപ്പടിയിൽ വന്ന് നിൽക്കുന്നത് എന്റെ അതേ ചോര തന്നെയാ സത്യമ്മ. ഈ ബർത്ത്ഡേക്ക് എന്റെ കുഞ്ഞിന് എന്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം സത്യമ്മ. സത്യമ്മ എന്നെ അതിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും വേണ്ടില്ല. ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. നീ ചെല്ലുമോളെ, നീ ധൈര്യമായിട്ട് പോയി ശാലിനി വിളിച്ചോണ്ട് പോ. അതിൽ ന്യായമില്ലെങ്കിൽ ഈ ക്ഷണിക്കപ്പെട്ട അതികളുടെ മുമ്പിൽ വെച്ച് കാരണം പറയട്ടെ ഭാമ. ചെല്ല്. എടി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇവളെന്താ ഇവിടെ? ശാലിനിയോ? കുഞ്ഞേച്ചി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കാനായിട്ടാ. ഞാൻ ഇവിടെ നിന്നോളാം ശ്യാമേ. അത്
പറ്റില്ല. കുഞ്ഞേച്ചി വാ. വാ. അവിടെ എല്ലാരും പറയുന്നു കുഞ്ഞേച്ചി അകത്തോട്ട് വിളിക്കാം. ശ്യാമേ, അത് ശരിയാവില്ല ശ്യാമേ. ശരിയാവും കുഞ്ഞേച്ചി. കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ? കുട്ടികൾക്ക് കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം. പ്ലീസ് വാ കുഞ്ഞേച്ചി, വരാൻ. ശ്യാമേ, വാ. നീ പറയുന്ന കേക്ക്. വരാനല്ലേ പറഞ്ഞത്? വാ 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 കുഞ്ഞേച്ചി. ശ്യാമേ, ശാലിനി വന്നതേ എന്തായാലും നന്നായി. ഈ ടാബ്ലറ്റ് ശാലിനിക്ക് തന്നെയാ നീ കൊടുക്കേണ്ടത്. ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവള് ചത്ത് മലയ്ക്കുന്നത് എനിക്ക് കാണണം. എന്നെ കൊണ്ട് നീ ഇത് ചെയ്യിക്കാന്ന് കരുതണ്ട മനശ്രീ. വാ കുഞ്ഞേച്ചി, വാ. കേറി മോളെ. കുഞ്ഞേച്ചി, മടിച്ചിക ഇങ്ങോട്ട് കയറി വാടേ. ഇങ്ങോട്ട് കയറിയോ? വാ കുഞ്ഞേച്ചി. ചെല്ലു കുഞ്ഞേച്ചി. ഇപ്പോഴാ ഇതൊരു സമ്പൂർണ്ണ കുടുംബമായത്. ഓ, സമ്പൂർണ്ണ കുടുംബം. അപ്പോ നിന്നെ കൊണ്ട് പറ്റില്ല? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എനിക്കൊന്നും ആലോചിക്കാനില്ലെന്ന് പറഞ്ഞതല്ലേ? പൊന്നി, സത്യം പപ്പയോടെ കുഞ്ഞു കൊടുത്ത ഡ്രസ് ഇട്ട് വരാൻ പോയിരിക്കുക. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. വാ കുഞ്ഞെ. കാർത്തികേയൻ, ഞാൻ പറയുന്നത് അപ്പോ ആ തുറുപ്പ് ചീട്ടിറക്കാൻ സമയമായെന്ന് തോന്നുന്നു.
നിന്നെ കല്യാണം കഴിക്കാൻ ഇരുന്നവനല്ലേ അവൻ. ജയശങ്കർ ജയശങ്കർ അവൻ തന്നെ. മുത്തശ്രീ, നീയാണോ? എന്ത്? നീയാണോ ജയശങ്കറിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാനല്ലടി. നിന്നെ പോലെ ഞാൻ വിശ്വാസവഞ്ചന കാണിക്കാറില്ല. പിന്നെ അവൻ എങ്ങനെയാ? അത് പോലീസിന്റെ കൂടെ? എന്നെ ചതിക്കാൻ നോക്കിയതിന് ദൈവം നിനക്ക് തന്നതാണെന്ന് കൂട്ടിക്കും. ഇനി ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഉറപ്പാ. എന്നോടാണോ നീ ചോദിക്കുന്നത്? നീ വലിയ മിടുക്കിയല്ലേ? നീ തന്നെ പരിഹാരം കാണ്. ഇതാണ് സാർ ആ സ്ത്രീയുടെ വീട്, സത്യഭാമയുടെ. ആ, അവരിവിടുത്തെ ചെറിയൊരു മാടമ്പിയാ. ഇവിടെ എന്തോ ഒരു ആഘോഷം നടക്കുന്നുണ്ടല്ലോ. സത്യാമ്മയുടെ കൊച്ചുമകൾ പപ്പിയുടെ ബർത്ത്ഡേ ആണ് സാർ. ഇതിനിടെ യൂണിഫോമിൽ ചെന്ന് കയറുന്നത് ഒരു മര്യാദകേടാവോ? അറസ്റ്റ് ഒന്നും അല്ലല്ലോ സാർ. നമുക്ക് കാർത്തിക് ഇവിടെ ഉണ്ടോയെന്നറിയണം. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. ശരി, വാ. മുത്തശ്രീ, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഇത് രക്ഷിക്കും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും? എന്ത് വേണമെങ്കിലും. ഞാൻ ഇതൊരു പൂ പറിക്കുന്നത്ര ലാഘവത്തിൽ പരിഹരിച്ചു തരാം. പകരം ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യാം. പിന്നെ നീ കാല് മാറരുത്. ഇല്ല, ഇല്ലെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ശരി. ഈശ്വര ഭഗവാനെ കാത്തോണേ. എന്താ സാർ? സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഞങ്ങൾ ഈ ഫംഗ്ഷന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്നതല്ല. ചെറിയൊരു വിവരം അറിയണം, അത്രേ ഉള്ളൂ. എന്താ അത്? ഭഗവാനെ, എല്ലാം തീർന്നു. എങ്ങനെയെങ്കിലും രക്ഷിക്കാന്ന വാക്ക് തന്നിട്ട് ഈ മുത്തശ്രീ എങ്ങോട്ട് പോയി? ഞങ്ങളൊരു കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാണാതായ ഒരു കുട്ടിയെ. ആ കുട്ടി ഇവിടെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്കണം. എടുക്ക. ഇങ്ങത്താ. ഭഗവാനെ, എല്ലാം തീർന്നു. ഇങ്ങോട്ട് വന്നേ. ഇതെന്താടോ ഇത്? ഡിസ്പ്ലേ ഓണാക്കി കൊടുക്കണോ? അപ്പോ അവരൊന്നും എന്റെ ഫോട്ടോ കണ്ടില്ലേ? ഞാനൊന്ന് നോക്കട്ടെ സത്യമേ. മധുശ്രീ, ഫോണിങ്ങടാ.
എനിക്കറിയാം ഈ കുട്ടിയെ. എങ്ങനെ അറിയാം? ഈ കുട്ടിയോട് ഞാൻ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ചതിക്കാണോ? ഞാൻ നന്ദികേട് കാട്ടിയെന്ന് കരുതി പകരത്തിന് പകരം. എവിടെ എവിടെ വെച്ചാ കണ്ടത്? ചതിക്കല്ലേടി. പറയണം മാഡം, എവിടെ വെച്ചാ നിങ്ങൾ കണ്ടത്? മെട്രോ ഷോമാർട്ടിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച്. എന്നിട്ട് ഞാൻ കാറിൽ വരായിരുന്നു. അവിടെ വെച്ച് ഈ കുട്ടി ലിഫ്റ്റ് ചോദിച്ച് കൈ കാട്ടി. ഒറ്റയ്ക്കൊരു പെൺകുട്ടി നിൽക്കല്ലേന്ന് കരുതി ഞാൻ ലിഫ്റ്റ് കൊടുത്തു. എന്നിട്ട് കുറേ നേരമായി ബസ് കാത്ത് നിൽക്കുകയാണെന്നും ഏതോ ചാരുമൂടിന് പോകുകയാണെന്നൊക്കെ ആ കുട്ടി എന്നോട് പറഞ്ഞു. ചാരുമൂടിനോ? അല്ല, സംസാരത്തിന്ന് ആ കുട്ടിക്ക് സ്ഥലപരിചയമില്ലെന്ന് എനിക്ക് തോന്നി സർ. ഞാൻ അവളെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. അവിടെ നിന്നാകുമ്പോ ചാരുമൂടിന് എളുപ്പത്തിൽ ബസ് കിട്ടുമല്ലോ. എന്നിട്ട് കാര്യം പറയൂ. അത് കഴിഞ്ഞ് ആ കുട്ടി ബസ് കയറി പോയി കാണും സർ. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. മേഡത്തിനെ മുമ്പ് ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നമ്മളോ? അതെ മേഡം, അന്നൊരു ദിവസം ഞാൻ മേഡത്തിന്റെ കാറിന് മുമ്പിൽ ഒന്ന് ചാടി, ഓർമ്മയില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മേഡം, മേഡം പോയിക്കോളൂ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? എനിക്ക് കുഴപ്പമുണ്ട്. എന്തായാലും ഇയാളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക്. ആ കുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ വിളിച്ചറിയിക്കാം. ഈ കുട്ടിയുടെ ഫോട്ടോ തന്നെയാണ് മേഡം ഞാൻ ഇന്ന് കാണിച്ചത്. മേഡത്തിന് എന്നെ ഒന്ന് വിവരം അറിയിക്കാമായിരുന്നില്ലേ? അതിന് നിങ്ങളെ തന്നെ ഞാൻ മറന്നു. പിന്നെയാണോ നിങ്ങൾ എന്നാ ഫോട്ടോയിൽ കാണിച്ച കുട്ടിയെ ഓർമ്മ വയ്ക്കുന്നത്? പിന്നെ എങ്ങനെ ഇപ്പൊ ഓർമ്മ വന്നത്? അതിപ്പോ അല്പം മുൻപ് സംസാരിച്ചതല്ലേ ഉള്ളൂ ഞാൻ ആ കുട്ടിയോട്, അതുകൊണ്ട് ഓർമ്മ വന്നതാ. മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എൻ്റെ അറിവിൽ മാഡം പോയിടത്തെല്ലാം ഓരോ കേസും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയും സുസ്മിത മാഡം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. കൂട്ടുകാരിക്ക് ഒരു കമ്പനി കൊടുക്കാൻ മാഡത്തിന് തോന്നാതിരിക്കട്ടെ എന്ന് എൻ്റെ ആശംസ. ഏയ്, ഞാനിപ്പോ നന്നായി. പോണി തന്നെ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഫോൺ കൊടുത്ത സത്യാമ്മ കാർത്തിക് തിരിച്ചറിയുമെന്ന് മാത്രമല്ല, അവൾക്ക് പിന്നിൽ ഞാൻ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്ന കാർത്തികയെ ഒളിപ്പിക്കാൻ ഞാൻ ഇത്രയും കള്ളക്കഥ മെനങ്ങിയത് എന്തിനാന്ന് മുട്ടി നിർത്തി പറയിക്കും സത്യാമ്മ. ഞാൻ മാത്രമല്ല, കാർത്തികയും ഔട്ട്. അതോടെ ശാലിനിക്ക് വീണ്ടും വിഷ്ണു സ്വന്തം. അവളുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ തൊലിയൊരുങ്ങി വീഴാൻ പോവുകയാണല്ലോ ഭഗവാനെ. ശാലിനിയുടെ ജീവിതം കുത്തിക്കലക്കാനുള്ള എല്ലാ ചാൻസും ഇതോടെ തീരും. കാർത്തികയെ സഹായിക്കാൻ പോയിട്ട് ഞാൻ കൂടി പെട്ടല്ലോ ഭഗവാനെ. ഈ ഫോണ് നിറഞ്ഞു പൊട്ടിച്ചാലോ? ഇങ്ങോട്ട് താടി. ഇതൊന്ന് തുറന്നു കാണിക്കേ. സോറി മാഡം, എനിക്ക് ഉടനെ ചാരുമൂടിലെത്തണം. സർ, നിങ്ങൾ വാ. വാ. ഇതിനെന്ത്? ഏതായിരുന്നടി ആ കുട്ടി?
ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആലയല്ല സത്യാമ്മേ. ഭാമേ അത് വിട്. ചുമ്മാ സമയം കിടത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ.